ഹായ് നമസ്കാരം കേട്ടോ, അലിൻ ജോസ് പെരേരയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഗൂ എന്ന സിനിമ കണ്ടു. ഗംഭീര സിനിമയാണ് കേട്ടോ. BGM ഒക്കെ അടിപൊളിയാണ്. പിന്നെ നമ്മുടെ അശ്വതി മനോഹരൻ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൈജു കുറുപ്പേട്ടൻ നല്ല രീതിയിൽ ഗംഭീരമായിട്ട് ക്യാരക്ടർ വേഷം ചെയ്തിട്ടുണ്ട്. നന്ദിനി ഗോപാലകൃഷ്ണൻ പുതിയ മുഖം നടിയാണ്, നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അനീന ഏഞ്ചലീന നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ദേവനന്ദ മാളികപ്പുറം നല്ല രീതിയിൽ അഭിനയിച്ചൊരു സിനിമയാണ്. ദേവനന്ദയുടെ ഒരു വൺ മാൻ ഷോ എന്ന് തന്നെ പറയാം. ട്രൂ ഔട്ട് മാളികപ്പുറത്തിന് ശേഷം നല്ല രീതിയിൽ അഭിനയ പ്രാധാന്യമുള്ള റോളാണ് ദേവനന്ദ ചെയ്തിരിക്കുന്നത്. ദേവനന്ദ ആറാടി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സൈജു കുറുപ്പാണെങ്കിൽ ഗംഭീരമായിട്ടും അനശ്വരമാക്കിയിട്ടുണ്ട്. ഒരു ഫീൽ ഗുഡ് ഫാമിലി ഹൊറർ സിനിമയെന്ന് തന്നെ പറയാം. ഈ സിനിമ നിഗൂഢത നിറഞ്ഞ സിനിമയാണ്. നിരഞ്ജൻ മണിയമ്പള രാജുവൊക്കെ ഒരു രക്ഷയില്ല. പിന്നെ മനു എന്ന് പറഞ്ഞ ഡയറക്ടറുടെ മികച്ചൊരു കലാവിരുന്ന് തന്നെയാണ്. പിന്നെ BGM ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും ഗ്രാഫിക്സ് ആണെങ്കിലും എല്ലാം കൊണ്ട് തന്നെ ആനിമേഷൻ ആണെങ്കിലും നല്ല രീതിയിൽ രസമായിട്ട് വരുന്നുണ്ട്. ആകാശഗംഗ, വെള്ളി നക്ഷത്രം എന്ന സിനിമയ്ക്കൊക്കെ ശേഷം നല്ലൊരു ഹൊറർ സിനിമ അനുഭവം തന്നെയാണ് ഗൂ നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ അടുത്തുള്ള തിയേറ്ററിൽ സിനിമയുണ്ട്, എന്തായാലും ഒന്ന് വൺ ടൈം വാച്ചബിളായിട്ട് കാണാൻ ശ്രമിക്കുക. ഗൂ സൈജു കുറുപ്പിൻ്റെ അഭിനയ കരിയറിൽ നമ്മുടെ ജാനകി ജാനകി സിനിമയ്ക്ക് ശേഷം നല്ല രീതിയിൽ വരുന്ന സിനിമയാണ് ഗൂ എന്ന സിനിമ. ദേവനന്ദ മാളികപ്പുറം നല്ല രീതിയിൽ പ്രേക്ഷകരെ ആവേശത്തിലാക്കുന്നുണ്ട്. നല്ലൊരു സിനിമ തന്നെയാണ്.